സർവശക്തനായ ദൈവത്തിന് സ്തോത്രം. ഷിയാപ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 5 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രവാചകൻ കൂടെയുള്ള ദൈവത്തിന്റെ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടാണ് ഹിസ്കീയാ രാജാവിനോടുള്ളത്. നമ്മൾ വളരെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളൊരു ഭാഗം. ഇന്ന് പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിലും ഇങ്ങനെ പഴയ നിയമങ്ങളിൽ പല ഭാഗങ്ങളും ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് അനേക ദൈവഭക്തന്മാർ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാവീദ് സങ്കീർത്തനത്തിൽ പലപ്പോഴും പറയുന്നുണ്ട്, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാർത്ഥന ശൈലികൾ ഒന്നും തന്നെയില്ല. എന്താണ് പ്രാർത്ഥനയുടെ ബേസിക്, എന്താണ് അതിന്റെ അടിസ്ഥാനം, എന്താണ്? സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അകൃത്യം കരുതാത്ത ഒരു ഹൃദയം ഒരു ദൈവത്തിന്റെ പൈതലിന് വേണം. 2, കപടമില്ലാത്ത ഒരാദരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കപടം പറഞ്ഞ് ഹൃദയത്തിൽ ഒന്ന് വെച്ചിട്ട് അത് ഹൃദയത്തിൽ വെച്ചിട്ട് അതിനെ മറച്ചിട്ട് കപടമാണ് പറയുന്നത്, കപടം. അപ്പൊ ഇങ്ങനെയുള്ളവർ ദയവായി പ്രാർത്ഥനയ്ക്ക് ഒരിടത്തും പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കുക. കാരണം അത് വെറുതെ നിന്റെ സമയം കളയുകയുള്ളൂ. നീ വെറുതെ നിന്റെ സമയം വേസ്റ്റ് ആക്കി കളയുക. നിനക്ക് ഉറപ്പുണ്ടോ? ഞാൻ കപടമാണ് പറയുന്നത്. ഞാൻ ജീവിതത്തിന്റെ ചില പ്രത്യേക അവസരങ്ങളിലും ഏത് മനുഷ്യനും, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും ചെയ്തു പോകുന്ന ഒരു കാര്യം. പക്ഷെ നിന്റെ സ്വഭാവത്തിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വാ തുറക്കുന്നതേ കള്ളം പറയാനാണെങ്കിൽ കുഞ്ഞെ, നീ പ്രാർത്ഥിക്കാതിരിക്കുക. നീ ആയാലും ഞാനായാലും ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ പ്രസംഗം കേൾക്കുവാൻ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ കേട്ടാൽ നീ മനസ്സിലാക്കിയോ, നിന്റെ അതരം കൊണ്ട് നീ ദിനംതോറും നിന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിരിക്കും കപടം പറയും. നീ ജനിക്കുന്നതും നീ എഴുന്നേൽക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്നത് നീ കള്ളം പറഞ്ഞു തുടങ്ങരുത്. കള്ളം പറഞ്ഞാണ് നിന്റെ തുടക്കം. എങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. 2, അകൃത്യമില്ലാത്ത ഹൃദയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകൃത്യം കൊണ്ട് ഹൃദയം നിറച്ചിരിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയില്ലാത്ത ഒരു ഹൃദയം, നീതിയില്ലാത്ത ഒരു ഹൃദയം, വഞ്ചനയുള്ള ഒരു ഹൃദയം, നിന്റെ ഹൃദയത്തിൽ നീ അകൃത്യം കരുതിയാൽ സർവശക്തനായ ദൈവം നിന്റെ ഹൃദയത്തിൽ നിന്റെ അതിർക്കിൽ കൂടി പുറത്തു വരുന്ന പ്രാർത്ഥന കേൾക്കുകയില്ല. അപ്പോൾ ഇവിടെ ഹിസ്കീയാവിന്റെ പ്രാർത്ഥന നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ അതേ നിമിഷം തന്നെ ഹിസ്കീയാവ് എന്ത് ചെയ്തു? തന്റെ മുറിയുടെ ഭിത്തി ചുവരുന്ന നേരെ തന്റെ മുഖം തെളിച്ച് അവൻ സങ്കടപ്പെട്ട് കരയുവാണ്ടൊക്കെ ഇവിടെ. കാരണം അവൻ കരയുന്നതിനൊരു കാരണമുണ്ട്. ദാവീദ് രാജാവിന്റെ തലമുറകളിൽ ദാവീദിന്റെ ഭരണം ഇങ്ങോട്ട് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അനേക രാജാക്കന്മാർ തന്റെ പിതാവിന്റെ വഴി വിട്ടിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹിസ്കീയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നീതിയോടും വിശുദ്ധിയോടും ദാവീദ് എങ്ങനെ ജീവിച്ചു, അതേ പരമാർത്ഥതയിൽ, നിഷ്കളങ്കതയിൽ, കപടമില്ലാത്ത അതരവുമായി, അകൃത്യമില്ലാത്ത ഒരു ഹൃദയമായി ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും മനസ്സ് വെച്ചൊരു ദൈവഭക്തി നിന്നു ഹിസ്കീയാവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞ് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഉപമയും ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അനീതിയുള്ള ന്യായാധിപനെയും ബലഹീനയായിരിക്കുന്ന വിധവയെയും കുറിച്ചാണ് കർത്താവ് അവിടെ മർമ്മം പറയുന്നത്. ഉദാഹരണം ഒരു മർമ്മമാണ് ശരിക്കും. എന്ന് വെച്ചാൽ ബലഹീനയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു ന്യായാധിപനോട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായാധിപനല്ല, അനീതി ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ അവന്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ അകൃത്യവും അവന്റെ അതിര് മുഴുവൻ കപടവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയും, ഒരു അനാഥയായ വിധവയായിരിക്കുന്ന ഒരു സ്ത്രീയും, ഇങ്ങനെ അനീതിയുള്ള ഒരു ന്യായാധിപനും അവിടെ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ വീണ്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. കാരണം അത് ആ വിധവയുടെ ജീവിതം കൊണ്ട് ദൈവം അത് തെളിയിച്ചു കഴിഞ്ഞു. അവസാന ന്യായാധിപൻ എന്ത് ചെയ്യേണ്ടി വന്നു? അവൾക്ക് ന്യായം നടത്തി അവളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് നിരന്തരം അതാണ് കർത്താവിനോട് പറയുന്നത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? മുട്ടിക്കോട്ട് ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കുക. ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി 2 അപ്പം തരണമേ എന്ന് പറഞ്ഞു. അവൻ എടുത്തു കൊടുക്കാനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷെ അവൻ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് തുറക്കാതിരിക്കാൻ പറ്റുകയില്ല. നമുക്കറിയാം ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു പോകും. കാരണം അപ്പുറത്തുനിന്ന് അത്ര ശക്തമായ ഫോഴ്സാണ് നമുക്ക് വരുന്നത്.
അപ്പോൾ ദൈവത്തിന്റെ ഇതെല്ലാം ഓരോ മാർമികമായ ഓരോ ഉപദേശങ്ങളാണ്. ദൈവത്തിന്റെ മർമ്മങ്ങളാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പൈതൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എങ്ങനെ? കപടമില്ലാത്ത അതരമുണ്ടോ, അകൃത്യം കരുതാത്ത ഹൃദയമുണ്ടോ, ദൈവം അങ്ങനെയുള്ള വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ ചില പ്രാർത്ഥനകൾക്ക്, ചില വിഷയങ്ങൾക്ക് ഈ പ്രാർത്ഥന പോരാ കേട്ടോ. എസ്കേയാവ് വിധിക്ക് നേരെ മുഖം തിരിച്ചു കണ്ണുനീരോട് കഴിഞ്ഞ് മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവന്റെ കണ്ണുനീർ അവന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞുവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ പൈശാചികമായ ശക്തികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ചിലതിനെ സ്വതന്ത്രമാക്കുവാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അതിനാണ് നമുക്ക് സഹായത്തിനായി ദൈവം തന്നിരിക്കും. ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ച് ജയമെടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ കുറിച്ച്. നിന്റെ പ്രാർത്ഥനകൾക്ക് പലതിനും മറുപടി ലഭിക്കാതിരിക്കുന്നു. നീ നിന്നെ തന്നെ ശോധന ചെയ്യുക. നിന്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ടോ, നിന്റെ അതരത്തിൽ കപടമുണ്ടോ?